നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഒരാളെ പാൻറ് ഇവിടെ ഈ കാലിൻ്റെ ഈ നടുഭാഗത്തിന് എന്താ പറയാ? നടുഭാഗം തന്നെ അല്ലേ? നിങ്ങളെന്തേലും പറയേ? തണ്ടല്ലോ. ആ ഭാഗത്ത് ഇയാളുടെ നിങ്ങൾ കണ്ടില്ലേ, പാൻറ്റിന്റെ സാധാരണ രീതിയിൽ ഒരാളുടെ അര എത്ര വണ്ണാണോ അതിനനുസരിച്ചല്ലേ പാൻറ് ഉണ്ടാവുക. ഇത് പാൻറ്റിന്റെ തലപ്പുള്ളത് ചന്തിന്റെ മേലെ, ബാക്കിയൊക്കെ താഴത്തേക്കാണ്. ഏറെപ്പത്തരല്ലേ? കാണാനൊരു കോലുണ്ടോ? കാണാനൊരു കോലുണ്ടെങ്കിൽ തിരക്കടില്ല. എന്ത് കോലായിലുള്ളത്? നിങ്ങൾ എന്നെ സ്വന്തം ഒന്ന് പോയിട്ട് പകല്, രാത്രി കണ്ണാടി നോക്കണ്ട, പകലൊന്ന് സ്വന്തം ഒന്ന് പോയിട്ട് നോക്കുക. എന്നിട്ടൊന്ന് ഫുള്ള് നിങ്ങൾ കാണില്ലേ, കട്ടിൽമലൊക്കെ ഒന്ന് കയറി എന്നൊന്ന് നോക്കണ്ടി. ഞാൻ വല്ല കോലത്തിലും നിങ്ങളല്ല കേട്ടോ, നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ലേ. മലപ്പുറത്തുള്ള ആളുകളോട് പറയുകയാണ്, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും എന്ത് കോലമാണ്. എന്നാ നിങ്ങൾ ആലോചിച്ച് നോക്ക്, പാൻറ് നല്ല വസ്ത്രമാണ്. ഇതാ ഈ കാക്കൊരു പാൻറ് കൊടുത്തിട്ടുണ്ട്, നല്ല വസ്ത്രമാണ്, നല്ല കോലത്തിലുള്ള. മറ്റേ പാൻറ് കണ്ട അത് വാങ്ങിയതിന് ശേഷം തിരുമ്പിയിട്ടില്ല എന്നാ തോന്നാം. വാങ്ങിയതിന് ശേഷം തിരുമ്പിയിട്ടില്ല, എല്ലാ ചളിയൊക്കെ വാരി പറ്റിച്ച പോലെ. പാൻറിന് തകരാറല്ല ഞാൻ പറയുന്നത്, വേഷം നല്ല വേഷമാകണം എന്ന് ഓർമ്മപ്പെടുത്താൻ. വേഷം വൾഗറാക്കി മാറ്റുക മോശമാണ്. അല്ലാഹുവേ റബ്ബേ, മാന്യമായി ജീവിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരേണമേ അല്ലാ. നല്ലപോലെ ശ്രദ്ധിക്കണം അത്തരം പാൻറുകളുടെ നിസ്കാരങ്ങൾ. ബാബുൽ മുസല്ലീൻ, നിസ്കാരക്കാരുടെ കവാടമാണ് രണ്ടാം കവാടം. ആ കവാടത്തിലൂടെ കടന്നു പോകുന്നത് നല്ല പോലെ നിസ്കരിക്കുന്ന ആളുകളാണ്. ഏതാണ് നല്ല പോലെ നിസ്കാരം? സയ്യിദുനാ അലി പറയോ, സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവിന്റെ പോലെയുള്ള നിസ്കാരമാണ് അല്ലേ? അമ്പണ് തറച്ചു ശരീരത്തിൽ. സ്വഹാബികൾ അമ്പ് വലിച്ചൂരാൻ ശ്രമിക്കുകയാണ്. വേദന കൊണ്ട് പുളഞ്ഞ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, ഞാൻ നിസ്കരിക്കാം, നിസ്കരിക്കുമ്പോൾ നിങ്ങൾ അമ്പ് വലിച്ചെടുത്താൽ മതി. അമ്പിങ്ങനെ വലിച്ചെടുത്തു, അറിഞ്ഞില്ല. നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തേ അമ്പ് വലിച്ചെടുക്കാതിരുന്നത്? അവർ പറഞ്ഞു, അമ്പ് ഞങ്ങൾ വലിച്ചെടുത്തല്ലോ. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു, അതാണ് എൻ്റെ പ്രിയമുള്ള സഹോദര നിസ്കാരം. ബാബുൽ മുസല്ലീൻ, അവരാ ഈ കവാടത്തിലൂടെ കടന്നു പോകുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ നിസ്കാരം പല കോലത്തിൽ എനിക്ക് പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് സ്വർഗം നമ്മളെ വിഷയം ഞാൻ എടുത്തൂല. മൂന്നാമത്തെ കവാടം ഏതാണ്? മൂന്നാമത്തെ കവാടം ബാബുൽ മുസക്കീന ബിതീബി അൻഫുസിഹിം, നല്ല ഹൃദയ സന്തോഷത്തോടെ സകാത്ത് കൊടുത്ത ആളുകളുടെ കവാടമാണ്. ഹൃദയ സന്തോഷത്തോടെ. ആദ്യം നമ്മൾ പറഞ്ഞ ആരറിയോ? ദാനധർമ്മം, സ്വന്തം ഇഷ്ടപ്രകാരം ദാനധർമ്മം ചെയ്തോലൊക്കെ പ്രവാചകന്മാരുടെ കൂടെ കയറിപ്പോവും. അല്ലാഹു നിർബന്ധമായി കൽപ്പിച്ചതാണല്ലോ സകാത്ത്. ആ സകാത്ത് സ്വയം ഇഷ്ടത്തോടുകൂടെ നൽകിയതാരാണോ അവർ കടന്നു പോകുന്ന കവാടമാണ്. സകാത്തിന്റെ ആളുകൾക്ക് കടന്നു പോകാൻ വേണ്ടി മാത്രം പ്രത്യേക കവാടം. നാലാമത്തെ കവാടമേതാ? അൽ ആമിരീന ബിൽ മഅറൂഫി, ബാബുൽ ആമിരീന ബിൽ മഅറൂഫി വന്നാഹീന അനിൽ മുൻകർ, ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കവാടമാണ്. അങ്ങനെയുള്ള ആളുകൾ ആ കവാടത്തിലൂടെ കടന്നു പോകും. അപ്പോൾ ചിലർ മനസ്സിലാക്കുക വയലന്മാർക്കുള്ള കവാടാണ്. അല്ല, എല്ലാവർക്കും ഇതിൽ പോവാം, എല്ലാവർക്കും ഇതിൽ പോകാം. ചെയ്യേണ്ട എന്താ? ഒരാളൊരു തിന്മ ചെയ്യണണ്ട, ആ തിന്മ തിരുത്തി കൊടുക്കണം. ഇന്നത്തെ കാലം തിന്മ തിരുത്തല്ലല്ലോ. പണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണേ, പുതിയാപ്പിള പോണ സമയത്ത് പുതിയാപ്പിളിൻ്റെ കൂടൊക്കെ കാരണവരെ പറഞ്ഞേക്കും, അത്യാവശ്യം വയസ്സുള്ള ഒരു കാരണവർ അല്ലേ? ഇല്ലേ? അങ്ങനെ ഉണ്ടായിരുന്നോ? അല്ലേ? ഇന്നോ? ഇന്നില്ല. കാരണവർക്ക് പോകാൻ പേടിയാണ്. കാരണവർ പറയും, ഞാൻ പറഞ്ഞാൽ ചെക്കന്മാരൊന്നും കേൾക്കൂല, വെറുതെ ഇപ്പം ഞാൻ എന്തിനാ കൂടി തലക്കാൻ പോകണമെന്നാ കാരണവർ ചോദിക്കണം. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരുടെ കവാടമാണ്. മാത്രമല്ല, അന്നത്തെ കാലത്തൊരു പ്രശ്നമുണ്ട്, നന്മ പറഞ്ഞാലും കേൾക്കൂല, തിരിച്ച് നേരെ എതിരായി മാറുകയാണ്. എൻ്റെ കൂടെ വരാറുള്ള ഡ്രൈവർ ഉണ്ടല്ലോ, മൂപ്പര് നാട്ടിലൊരു കുട്ടി മോശമായപ്പോൾ ആ കുടുംബത്തിലെ അമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, അവളെ കുട്ടീനെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, എൻ്റെ കൂട്ടുകെട്ട് ചെറിയ അപകടമാണ്, കുടിക്കുന്ന ആളുകളുടെ കൂടെയാണ് അവരുടെ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പിറ്റേ ദിവസം മൂപ്പര് പോണ സമയത്ത് എല്ലാവരും കൂടി തടഞ്ഞു വെച്ചു, കുട്ടികളെ കൂടി തടഞ്ഞു വെച്ചിട്ട് നിങ്ങൾ ഇന്നാലിന്നെ ആ ചെറുക്കനെ നന്നാക്കാൻ ഉദ്ദേശിക്കണ്ട, നിങ്ങൾ അവനെ നന്നാക്കണം കേട്ടോ, ഓനെ ഞങ്ങൾ ഏറ്റെടുത്തതാണ്, ഓനെ നന്നാക്കണമെന്നല്ല, നന്നാക്കണ്ട.
ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ബബുൽ ആമിരീന ബിൽ മഅറൂഫി വന്നാഹീന അനിൽ മുൻകർ. നാലാമത്തെ കവാടം അവരുടേതാണ്. അഞ്ചാമത്തെ കവാടമോ മയ്യഖതഉ നഫ്സഹു അനിശ് ശഹവാതി വയംനഉഹാ മിനൽ ഹവാ. സ്വന്തം ശരീരത്തെ ദേഹേച്ഛകളിൽ നിന്ന് തടഞ്ഞു നിർത്തുന്ന ആളുകളുടെ കവാടമാണ്. അവർ കടന്നു പോകുന്നത് ഒരു പ്രത്യേക കവാടത്തിലൂടെയാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി ദേഹേച്ഛകളെ മറികടന്ന് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ അവരുടെ കവാടമാണ് അഞ്ചാമത്തെ കവാടം. ആറാമത്തെ കവാടമോ ബാബുൽ ഹുജ്ജാജി വൽ മുഅ്തമിരീൻ. ഹാജിമാരുടെയും ഉംറ നിർവഹിക്കുകയും ചെയ്യുന്ന ആളുടെ കവാടമാണ്. ഹജ്ജ് ചെയ്ത ആളുകൾ, ഉംറ നിർവഹിച്ച ആളുകളൊക്കെ ആ കവാടത്തിലൂടെയാണ് കടന്നു പോവുക. ഏഴാമത്തെ കവാടമോ ബാബുൽ മുജാഹിദീൻ. ബാബുൽ മുജാഹിദീൻ, മുജാഹിദുകളുടെ കവാടമാണ്. അത് മറ്റേ മുജാഹിദല്ല, ബാബുൽ മുജാഹിദീൻ. ബാബുൽ മുജാഹിദീൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്ത് തന്റെ ശരീരത്തെ അള്ളാഹുവിന് വേണ്ടി ദാനം ചെയ്ത ആളുകൾ, അവർ മുജാഹിദുകൾ. സ്വർഗത്തേക്ക് പോണ രംഗം വല്ലാത്ത രംഗ. അല്ലാഹുവേ, ശുഹദാക്കളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. അവരുടെ ശരീരത്തിൽ എവിടെയാണോ വെട്ടേറ്റവർ മരിച്ചുപോയത്, ആ വെട്ടേറ്റ ഭാഗത്തുകൂടെ രക്തമൊലിച്ചുകൊണ്ടാണ് അവർ സ്വർഗത്തിലേക്ക് കടന്നു പോവുകയെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. മഹ്ശറിലേക്ക് അവർ കടന്നു വരുന്നത് അങ്ങനെയാണ്. സ്വർഗത്തിലേക്ക് അവർ കടന്നു പോകുന്നത് ഏറ്റവും സുന്ദരമായ രൂപത്തിലാണ്. മഹ്ശറിലേക്ക് അവർ കടന്നു വരുമ്പോൾ, ഖബറിൽ നിന്ന് യാത്രയാകുമ്പോൾ അവർ മുറിവ് കൊണ്ട ശരീരം, അവർക്ക് മുറിവായ ശരീരഭാഗങ്ങളിൽ മുഴുവൻ രക്തമൊലിക്കുന്നുണ്ടാകും. എന്നാലോ മഹ്ശറ കഴിഞ്ഞ് വിചാരണ പോലും ഇല്ലാതെയാണ് അവർ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത്. സ്വർഗത്തിലേക്ക് അവർ കടന്നു പോകുമ്പോൾ ഏറ്റവും സുന്ദര രൂപത്തിലാവും. ഹബീബായ റസൂലുള്ളാഹി പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷികളുടെ രൂപത്തിൽ അവർ പറന്ന് സ്വർഗത്തിന്റെ ചുമരുകൾക്ക് മുകളിലൂടെ പടന്ന് ഹിസാബ് തുടങ്ങാൻ ഒരുങ്ങുമ്പോഴേക്ക് അവർ സ്വർഗത്തിലെത്തിയിട്ടുണ്ടാകുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. മുജാഹിദുകൾ കടന്നു പോകുന്ന കവാടമാണ്. ഏഴാമത്തെ കവാടം അതാണ്. ഏഴാമത്തെ കവാടം. എട്ടാമത്തെ കവാടം ബാബുൽ മുത്തഖീൻ. അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ച ആളുകൾ കടന്നു പോകുന്ന കവാടമാണ്. ആരാണതല്ലദീന യഗുല്ലൂന അബ്സാരഹും അനിൽ മഹാരിമി. ഹറാമുകളിൽ നിന്ന് കണ്ണുകളെ തടഞ്ഞു വച്ചവരാണ്. ഹറാമുകളിൽ നിന്ന് കണ്ണുകളെ, അതിലേതും പെടുന്നറിയങ്ങളെ. ഹറാമ് ടി വി കാണുന്ന സമയത്ത് ഓരോ പെണ്ണുങ്ങൾ പറയാം പള്ള പുറത്താണ്, അവളെ കഴുത്ത് പുറത്താണ് അല്ലേ. വാർത്ത വായിക്കുന്ന പെണ്ണ് പോലും എങ്ങനെയുണ്ട്, എന്തോ ഒരു ശ്രദ്ധ ഓനെ വാർത്ത വായിക്കുമ്പോൾ ഓൻ അങ്ങനെ വിചാരിക്കണത് നിയമസഭയിൽ എന്താ നടക്കണതെന്ന് ശ്രദ്ധിച്ച് കേൾക്കല്ല, ഓൻ്റെ ശ്രദ്ധ വേറെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവൻ്റെ ശ്രദ്ധ ഇല്ലേ. ഒരാണ് ശ്രദ്ധിക്കലാരെ, നിങ്ങളാരും ഉണ്ടണേ ഇല്ലല്ലോ. ഒരാണ് ശ്രദ്ധിക്കുക ആരെയാണ്? സത്യം പറയ്, ഒരാണ് ശ്രദ്ധിക്കുക ആരെയാണ്? ഉസ്മാനാജി പെണ്ണിനെയാണ്. എൻ്റെ ഉസ്മാനാജി സത്യം പറഞ്ഞല്ലോ, അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. അത് ഉസ്മാനാജിൻ്റെ മാത്രം സ്വഭാവമല്ലേ, എല്ലാവരും സ്വഭാവം അതാണ്. ഒരാണ് ശ്രദ്ധിക്കുക പെണ്ണിനെയാണ്. ഉസ്മാനാജി നല്ല മനുഷ്യനാണ്. പാറക്കടവിൽ അള്ളാഹു ആ ഇസ്ലാമികമായ ചൈതന്യത്തിൻ്റെ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ അള്ളാഹുർക്ക് തൗഫീഖ് കൊടുക്കട്ടെ. അത് യാഥാർത്ഥ്യമാക്കാനും അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. ആ വിഷയത്തിൽ എല്ലാവരും ഒന്ന് ഒന്നിച്ചു കൊടുക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തും. പെണ്ണ് ശ്രദ്ധിക്കുക എപ്പോഴും ആണിനെയായിരിക്കും. പെണ്ണ് ശ്രദ്ധിക്കുക ആണിനെ, ആണ് ശ്രദ്ധിക്കുക പെണ്ണിനെ. ആർക്കതൊക്കെ പറഞ്ഞേ? അതുകൊണ്ടല്ലേ വയസ്സായ പീതാംബരക്കുറിപ്പ് പോലും നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെ, ഒരു പെണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ മൂപ്പർക്ക് ഒന്നും കഴിയൂലെങ്കിലും മൂപ്പരങ്ങനെ പോയി ഇരുന്നല്ലോ. ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച് ഒന്നും കഴിയൂലെങ്കിലും മൂപ്പരങ്ങനെ പോയി ഇരുന്നില്ലേ. മനുഷ്യന്റെ പൂതിയാണ്. ആരായി പറഞ്ഞല്ല ബാബുൽ മുത്തഖീൻ. ഒക്കെ തോന്നുന്ന ഞാൻ തോന്നിയാസം പറഞ്ഞു, ഞാൻ ഉള്ളതല്ലേ പറഞ്ഞേ അല്ലേ? ഉള്ളതാണ്. ഇന്നത്തെ കാലം പച്ചയിൽ പറയില്ല, നിർവാഹില്ല. കാരണം മനസ്സിലാവേണ്ട മനുഷ്യനെ. ബാബുൽ മുത്തഖീൻ, അല്ലാഹുവിനെ സൂക്ഷിച്ച ആളുകളുടെ കവാടമാണ്. അല്ലദീന യഗുല്ലൂന അബ്സാറഹും അനിൽ മഹാരിമി.
ഹറാമുകൾ കാണാത്ത കണ്ണുകളാണ് ആ കവാടത്തിലൂടെ കടന്നു പോവുക. കണ്ണിന്റെ ഉടമസ്ഥര വയഅമലൂനൽ ഖൈറാത്ത്, എല്ലാ നന്മകളും ചെയ്ത ആളുകളാണ്. മിൻ ബിർരിൽ വാലിദൈൻ വസിലത്തിൽ അർഹാം, കുടുംബബന്ധം ചേർത്ത ആളുകൾ, മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറിയ ആളുകൾ, മാത്രമല്ല എല്ലാ നന്മകളിലും മുൻപന്തിയിലുള്ള ആളുകൾ, എല്ലാ തിന്മയിൽ നിന്നും പിന്നോട്ട് മാറി നിന്ന ആളുകൾ, അവർ കടന്നു പോകുന്ന കവാടമാണ് മുത്തഖീങ്ങളുടെ കവാടം, ബാബുൽ മുത്തഖീൻ. ഇങ്ങനെ 8 കവാടമുണ്ട് ഓരോ സ്വർഗത്തിനും. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, സ്വർഗത്തിന്റെ കവാടങ്ങൾ 8ആണ്. എന്നാൽ സ്വർഗവും 8 തന്നെയാണ്. സ്വർഗവും 8ആണ്, സ്വർഗത്തിന്റെ കവാടവും 8ആണ്. സ്വർഗം 8ആണ്. 8 സ്വർഗത്തിലും 8 കവാടങ്ങൾ ഉണ്ടാകും. ഓരോ സ്വർഗത്തിലേക്കും കടന്നു പോകുന്നവർ അതാതു കവാടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, തബാനിയതു ജിനാൻ, 8 സ്വർഗങ്ങളാണ് അത്രേ അല്ലാഹു സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. ഒന്നാം സ്വർഗത്തിന്റെ പേര് ദാറുൽ ജലാൽ. ദാറുൽ ജലാൽ എന്നാണ് ഈ സ്വർഗത്തിന്റെ പ്രത്യേകത. അത് മിൻ ലുഅ്ലുഇൻ അബിയൽ, വെള്ളമുത്തിനാലാണ് ഈ സ്വർഗം അല്ലാഹു പണി കഴിപ്പിച്ചിരിക്കുന്നത്. കാബൂസിന്റെ കൊട്ടാരം കണ്ടോ ആരെങ്കിലും? സുൽത്താൻ കാബൂസിന്റെ കൊട്ടാരം കണ്ടിടോ? ഇല്ല. രാജാക്കന്മാരുടെ കൊട്ടാരമൊക്കെ അതിൻ്റെ അകത്തലങ്ങളിൽ പല അലങ്കാരങ്ങളും ഉണ്ടാവാറുണ്ട്. ശ്രദ്ധിക്കോ നിങ്ങൾ, ഭൂമിയിൽ അല്ലാഹു ഇങ്ങനെ നമുക്ക് തന്നിട്ടില്ല. കാരണം നമ്മളെ ശിക്ഷ എന്നോണം അല്ലാഹു ഇറക്കിയ മണ്ണാണിത്. പിതാവിന് ശിക്ഷ എന്നോണം ആദം അലൈഹിസ്സലാമിനെ ഇറക്കിയതാണ്. സ്വർഗം ഒന്നാം കവാടം ഒന്നാം സ്വർഗം ദാറുൽ ജലാൽ. ആ ജലാലിന്റെ ജലാൽ എന്ന് പറയുന്ന സ്വർഗം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, ദാറുൽ ജലാൽ എന്ന സ്വർഗം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മിൻ ലുഅ്ലുഇൻ അബിയൽ, വെള്ളമുത്തിനാലാണ്. മുത്ത് കണ്ടാരെങ്കിലും ഉണ്ട് ഈ കൂട്ടത്തിൽ? മുത്ത് കണ്ടവരുണ്ടോ? മുത്ത് കണ്ടവരുണ്ടോ? തസ്ബീമാലിന്റെ മുത്തല്ല, മുത്ത് കണ്ടിട്ടുണ്ടോ? അത് തസ്ബീമാലിക്ക് ഇങ്ങനെ അത് തസ്ബീഹിന്റെ ഒറിജിനൽ മുത്ത് കണ്ട ഒരാൾ എൻ്റെ ബാക്കിലിരിക്കട്ടെ. ഞാനും കണ്ടിട്ടില്ല. ഇത് പറഞ്ഞു തരാൻ പോലും എനിക്കറിയില്ല, അർത്ഥം വെക്കുവാനല്ലാതെ. വെള്ളമുത്തിനാലാണ് ദാറുൽ ജലാൽ എന്ന സ്വർഗം. ആരാ ഇത് പറയണാരങ്ങള്? ഭൂമിയെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചറപ്പിച്ചറം, സൂര്യനെ തീ കൊണ്ട് ആളി കത്തിച്ച് ജ്വലിപ്പിച്ചു നിർത്തുന്ന പടച്ചറം, നരകത്തെ വലിയ വലിയ തീക്കട്ടകൾ കൊണ്ട് സൃഷ്ടിച്ച പടച്ചതമ്പുരാൻ, ചൊവ്വയിൽ ഭൂമിയെക്കാളും തണുപ്പ് കൂടുതലായി സൃഷ്ടിച്ച പടച്ചതമ്പുരാൻ, ചന്ദ്രനിൽ ഭൂമിയെക്കാളും ആകർഷണ ബലം 1/6 ആക്കി സൃഷ്ടിച്ച പടച്ചതമ്പുരാൻ. നിങ്ങളെല്ലാം ഒരേ മാതിരിയല്ലല്ലോ, എല്ലാം ഒരേ മാതിരി, ഒക്കെ വ്യത്യസ്ത. എന്താ ഇതൊക്കെ ഒരാൾ ഉണ്ടാക്കിയതാണെന്ന് മനുഷ്യനെ ചിന്തിക്കാൻ അല്ലാഹു ചെയ്തു കൊടുത്ത സംവിധാനമാണ്. എന്നാൽ ഈ ദാറുൽ ജലാൽ എന്ന സ്വർഗം വെള്ളമുത്തിനാലാൻ. രണ്ടാമത്തെ സ്വർഗം ഏതാ? വേഗം കടന്നു പോകാം. ദാറുസ്സലാം. രണ്ടാമത്തെ സ്വർഗത്തിന്റെ പേര് ദാറുസ്സലാം. ചില വീടിനൊക്കെ പേരിടാനല്ലേ ദാറുസ്സലാം, അല്ലേ? വേറെ ചില പല പേരുകളാണ്. താമര. സ്വർഗത്തിന് 8 പേരുണ്ട്. പിന്നെ വേറെ ഏതെങ്കിലും അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? ദാറുസ്സലാം. ചിലര് പറയാം അത് എല്ലായിടത്തും ഉണ്ട് എന്നാ. അതിനെ ധാരാറ് എല്ലായിടത്തും ഉണ്ട്, ഉണ്ടാക്കലാണ്. അങ്ങനെ ചില ആളുകൾ പേരും തെരഞ്ഞു പോലെ, അങ്ങനെ കുട്ടികളെ പേരും. ഞാൻ ആകെ കുഴങ്ങിയൊരു വിഷയൻ്റെ പേര് നോക്കിയിട്ട് തുടങ്ങി. പേര് നോക്കിയിട്ടില്ല, പേരിൻ്റെ അർത്ഥം നോക്കിയിട്ട്. എന്താ? ഓൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം, ഓളെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം, ഓളെ ഉമ്മാൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം, ഓളെ വാപ്പാൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം, ഓൻ്റെ ഉമ്മാൻ്റെത്, പിന്നെ ഓൻ്റെ വാപ്പാൻ്റെ. ഓളത് ആദ്യം കൊടുക്കാൻ ഞാൻ ഓള് കച്ചറ ഉണ്ടാവും, ഓളെ വാപ്പാൻ്റെയും വേണം. ഇതൊക്കെ കൂടി ഓനെ അക്ഷരം എഴുതിയിട്ട് അതിനെ ഹർക്കത്തും ഫത്തവും കസറും നമ്മൊക്കെ ഇട്ടിട്ട് കൊണ്ടുവരും. എന്നിട്ട് അവൻ പറയും സാർ ഇതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് എഴുതി തരും. മൂപ്പരൊക്കെ ചോദിക്കേണ്ട പണിയിലുള്ളൂ. നമ്മളിത് ഡയറി ഡിക്ഷണറി നോക്കി അർത്ഥം കാണണ്ടേ? എന്നാലും എന്തേലും അർത്ഥം, അതിനൊരു അർത്ഥം ഇല്ലടാ. അപ്പൊ സാറേ അർത്ഥം ഇല്ലാത്തിട്ടാ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തേ വിളിക്കാനൊരു സുഖം, അർത്ഥം വേണ്ടേ? ദാറുസ്സലാം.
ദാറുസ്സലാം രണ്ടാം സ്വർഗത്തിന്റെ പേരാണ് ദാറുസ്സലാം, ശിക്ഷയുടെ വീട് എന്നാണ് ഇതിന്റെ അർത്ഥം. ആ സ്വർഗം അല്ലാഹു നിർമ്മിച്ചിരിക്കുന്നത് മിൻ യാഖൂത്തിൻ അഹ്മർ, മിൻ യാഖൂത്തിൻ അഹ്മർ, ചുവന്ന മാണിക്യത്താലാണ്. ചുവന്ന മാണിക്യം ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. കണ്ടോ? ചുവന്ന മാണിക്യം കണ്ടോ? ആരെങ്കിലും സദസ്സിലുണ്ടോ? ചുവന്ന മാണിക്യത്താലാണ്. മാണിക്യം നമ്മൾ കേൾക്കാന്നല്ലാതെ ചില ആളുകളൊക്കെ അങ്ങനെ വലിയ വലിയ പൈസ കൊണ്ടുപോയിട്ട് പിന്നെ മാണിക്യം കിട്ടാണ്ട് പാമ്പ് കൊണ്ടുപോയി കൊടുക്കണതാന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ മാസ്മരികതയിൽ കുടുങ്ങി പോകാറുണ്ട്. ഇപ്പൊ ഒരു ചങ്ങായി അങ്ങനെ കുടുങ്ങിയിട്ട് ഭയങ്കര പ്രതിസന്ധിയിലാവും. 15 കോടിയാണ് അത്രേ ഓന് ബാധ്യത. ആരോ പറഞ്ഞു പറ്റിച്ചാൽ ഞാൻ മാണിക്യം കൊടുന്നരാൻ 15 കോടി തന്നാൽ മതി, ഓനെ 30 കോടി ഉണ്ടാക്കാന്ന് പറഞ്ഞ് ആരോ പറ്റിച്ചതാണ്. സാധു ഇപ്പൊ ഭൂമിയിലും ആകാശത്തിലും അല്ലാതെ ചൂടെടുത്ത് നടക്കുക. മനുഷ്യന് പണത്തോടുള്ള അമിതമായ മോഹം മനുഷ്യനെ നശിപ്പിച്ചു കളയും. അല്ലാഹു ബോധം നൽകുമാറാകട്ടെ. യാഖൂത്തുൻ അഹ്മർ, ചുവന്ന മാണിക്യത്താലാണ് ദാറുസ്സലാം നിർമ്മിതമായത്. 3 ജന്നത്തുൽ മഅ്വ, മൂന്നാമത്തെ സ്വർഗം ജന്നത്തുൽ മഅ്വ എന്ന സ്വർഗമാണ്. മിൻ സബർജദിൻ നഖ്ലർ, പച്ച ഗോമേതകത്താലാണ് ആ സ്വർഗത്തിനെ അല്ലാഹു നിർമ്മിച്ചിരിക്കുന്നത്. ദാറുസ്സലാം എന്ന് പറയുന്ന സ്വർഗമാർക്കാണ് അല്ലാഹു സംവിധാനിച്ചത്. കേട്ടോളൂ, സൂറത്തുൽ അൻആമിലെ 127-ാമത്തെ അധ്യായമാണ്. ദാറുസ്സലാം എന്ന് പറയുന്ന സ്വർഗം അല്ലാഹു ആർക്ക് വേണ്ടിയാ സംവിധാനിച്ചത്? വഹദാ സിറാത്തു റബ്ബിക മുസ്തഖീമ ഖദ് ഫസ്സൽനൽ ആയാതി ലിഖൗമി യദ്ദക്കറൂൻ ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം വഹുവ വലിയ്യുഹും ബിമാ കാനൂ യഅമലൂൻ. ദാറുസ്സലാം എന്ന സ്വർഗത്തിൽ കിടക്കുന്ന ഒരു വിഭാഗം ആളുകളാരാണ്? ഹാദാ സിറാത്തു റബ്ബിക മുസ്തഖീമ, ഇതാണ് എൻ്റെ റബ്ബിന്റെ നേരായ വഴി. ആ വഴിക്ക് ജീവിച്ചു പോകുന്ന ആളുകൾ ആരാണോ? നിങ്ങൾ നേരായ വഴിക്ക് ജീവിച്ചു പോകുന്ന ആളുകൾ വളയുന്നവരും തിരിയുന്നവരും അല്ല, വളഞ്ഞു തിരിഞ്ഞു പോയവരല്ല. അവർക്കാണ് അല്ലാഹു ദാറുസ്സലാം എന്ന ഭവനം സ്വർഗം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. അല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. നിങ്ങൾ ദാറുസ്സലാം പറഞ്ഞോടത്തൊക്കെ അല്ലാഹു സിറാത്തു മുസ്തഖീം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആ സിറാത്തു മുസ്തഖീമിൽ നമ്മളെ അല്ലാഹു അടിയുറപ്പിച്ചു നിർത്തി തരുമാറാകട്ടെ. വിശദീകരിക്കാൻ സമയമില്ല. മൂന്നാമത്തെ സ്വർഗം ജന്നത്തുൽ മഅ്വ എന്ന സ്വർഗമാണ്. ആ സ്വർഗം അല്ലാഹു നിർമ്മിച്ചിരിക്കുന്നത് മിൻ സബർജദിൻ നഖ്ലർ, പച്ച ഗോമേഘത്താലാണ്. പച്ച ഗോമേഘത്താൽ ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رأى أفتمارونه على ما يرى ولقد رآه نزلة أخرى عند سدرة المنتهى ഇൻദഹാ ജന്നത്തുൽ മഅ്വ. സിദ്റത്തുൽ മുൻതഹായുടെ അടുത്താണ് ജന്നത്തുൽ മഅ്വ. സിദ്റത്തുൽ മുൻതഹായുടെ അടുത്താണ് ജന്നത്തുൽ മഅ്വ എന്ന് വിശുദ്ധമായ ഖുർആൻ. സിദ്റത്തുൽ മുൻതഹ എവിടെയാണ്? സിദ്റത്തുൽ മുൻതഹ ഭൂമിയിൽ നിന്ന് മേലോട്ടൊരാൾക്ക് കയറാൻ പറ്റാവുന്ന അവസാനത്തെ പരിധിയാണ് സിദ്റത്തുൽ മുൻതഹ. അവിടെ നിന്ന് അങ്ങോട്ട് വേറെ ആൾക്ക് കയറാൻ പറ്റില്ല. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയുമായി മേറാജിന്റെ രാത്രിയിൽ യാത്ര പോയല്ലോ. ആ സമയത്ത് സിദ്റത്തുൽ മുൻതഹായിലെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് വരാനുള്ള അനുവാദമില്ല. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് മേലോട്ട് കയറിപ്പോയി. ഈ സിദ്റത്തുൽ മുൻതഹായുടെ അടുത്താണ് ജന്നത്തുൽ മഅ്വ എന്ന് അല്ലാഹു. ജന്നത്തുൽ മഅ്വ അവിടെയാണ്. അല്ലാഹുവേ, സ്വർഗ്ഗത്തിൽ കടക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. ഇത് യഖ്ശ സിദ്റത മാ യഖ്ശ മാ സഅൽ ബസർ വമാ തഗ ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ. അല്ലാഹുവിന്റെ ഹബീബ് ചെയ്ത ആ യാത്രയെക്കുറിച്ച് ഖുർആൻ പറയുകയാണ്. അവിടെ സിദ്റത്തുൽ മുൻതഹായുടെ അടുത്ത് വെച്ചാണ് അല്ലാഹുവിന്റെ ഹബീബ് ജന്നത്തുൽ മഅ്വ എന്ന സ്വർഗ്ഗം അല്ലാഹു കാണുന്നത്. പിന്നെയോ നാലാമത്തെ സ്വർഗ്ഗമേതാണ്? ജന്നത്തുൽ ഖുൽദ് എന്നാണ് ആ സ്വർഗ്ഗത്തിന്റെ പേര്. ആ സ്വർഗ്ഗം അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് മിൻ മർജാനിൻ അഹ്മർ വ അസ്ഫർ,
ചുവപ്പും മഞ്ഞയും ചേർന്നുള്ള മർജാൻ മുത്തിനാലാണ് അല്ലാഹു ആ സ്വർഗം സൃഷ്ടിച്ചിരിക്കുന്നത്. ഖുല്ലദാലിക ഖൈറുൻ അം ജന്നത്തുൽ ഖുൽദില്ലതി വഇദൽ മുത്തഖൂൻ. മുത്തഖീങ്ങളായ ആളുകൾക്ക് അല്ലാഹു വാഗ്ദത്തം ചെയ്ത സ്വർഗമാണ് ജന്നത്തുൽ ഖുൽദ്. മുത്തഖീങ്ങളായ എന്തെയും മുത്തഖീ എന്ന് ഞാൻ നേരില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോവാ. തഖ്വ എന്താന്ന് ആ സമയത്ത് പറയേണ്ടതാണ്. അല്ലാഹു ബോധം നൽകുമാറാകട്ടെ. മുത്തഖീങ്ങൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗമാണ് ജന്നത്തുൽ ഖുൽദ് എന്ന് പറയുന്ന സ്വർഗമെന്ന് വിശുദ്ധ ഖുർആൻ. ആരാ മുത്തഖി? എന്താ തഖ്വ? ഒറ്റടിക്ക് ഞാൻ പറയാം. പുണ്യനബി പറഞ്ഞത് തഖ്വ എന്ന് പറഞ്ഞാൽ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തർക്കുമാ ലാ ബിഹി ബഅസുൻ ലിമാ ബിഹി ബഅസുൻ. നിങ്ങളുടെ കൂടെ ഉണ്ടോ ജന്നത്തുൽ ഖുൽദ് കടക്കാൻ പൂതിയുണ്ടോ? ഉണ്ടോ? അല്ലാഹു നമ്മളെ എത്തിച്ചു തരട്ടെ. ഖബറയുമൈൻ അല്ലാഹു എത്തിച്ചു തരട്ടെ. ആ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ജന്നത്തുൽ ഖുൽദ് എന്ന് പറയുന്ന സ്വർഗത്തിൽ കടക്കാൻ പൂതിയുണ്ടോ? ചുവപ്പും മഞ്ഞയും ചേർന്ന മുത്തിനാലാണ് ആ സ്വർഗം അല്ലാഹു സൃഷ്ടിച്ചത്. അതിലേക്ക് കടക്കാൻ ചെയ്യേണ്ടത് എന്താ? ജന്നത്തുൽ ഖുൽദില്ലതി വഇദൽ മുത്തഖൂൻ. തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചാൽ മതി. എന്താണ് ഈ തഖ്വ എന്ന് പറഞ്ഞാൽ? തർക്കുമാ ലാ ബിഹി ബഅസുൻ ലിമാ ബിഹി ബഅസുൻ. തർക്കുമാ ഒരു കാര്യത്തെ ഒഴിവാക്കുക, ലാ ബിഹി ബഅസുൻ ആ കാര്യം ചെയ്താൽ ഒരു തകരാറുമില്ല. ആ കാര്യം ചെയ്താൽ ഒരു തകരാറുമില്ല. അങ്ങനത്തെ ഒരു കാര്യം ഒഴിവാക്കുക. ലിമാ ബിഹി ബഅസുൻ ആ കാര്യം ചെയ്താൽ അതിനെ തുടർന്ന് ഒരുപാട് നാശങ്ങൾ വരാൻ ഇടയുണ്ട് എന്ന് കരുതിയിട്ട് തകരാറില്ലാത്ത ഒരു കാര്യം വേണ്ടെന്ന് വെക്കുക. അതാണ് തഖ്വ. ഉദാഹരണം പറഞ്ഞാൽ ആ കാര്യം ചെയ്താൽ ഒരു തകരാറില്ല, പക്ഷെ അത് ചെയ്താൽ പിന്നെ അതിനെ തുടർന്ന് വല്ല ഹറാമും വരുമോ എന്ന് പേടിച്ചിട്ട് അനുവദിക്കപ്പെട്ട കാര്യം വേണ്ടെന്ന് വെക്കുക. ഉദാഹരണം പറഞ്ഞാൽ മിണ്ടുന്നില്ല. ബസ് സ്റ്റോപ്പിൽ ഇരിക്കാം. നല്ല ഉദാഹരണം. ബസ് സ്റ്റോപ്പിൽ ഇരിക്കാൻ പറ്റുമോ? എന്താ ഇരിക്കണ? ഒരു തകരാറില്ല. പക്ഷെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വെറുതെ പോയിരുന്നാൽ അവിടെ ബസ് കയറാൻ വേണ്ടി വരുന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും. വെറുതെ ചിലപ്പോൾ ഇങ്ങനെ ഓലൊന്ന് നോക്കിപ്പോകുമോ? പോകാനുള്ള ഇടയുണ്ട്. അപ്പൊ ബസ് സ്റ്റോപ്പ് പോയിരിക്കണം തോന്നുമ്പോൾ വിചാരിക്കുക ബസ് സ്റ്റോപ്പിൽ ഇരിക്കണ്ട. ഒരാൾക്ക് തോന്നി ടി വി വാങ്ങി വെക്കുകയാണെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ടി വി സാധുവല്ലേ. മൂപ്പർ ഏടേണോ നിങ്ങൾ കൊണ്ടുവച്ച് അവിടെ പോയി നിൽക്കും. ഒരു തകരാറും മൂപ്പർക്കില്ലല്ലോ, സാധുവാണ്. അതിലൊരു തകരാറില്ല. അതിൽ നല്ല നല്ല പ്രോഗ്രാമാണ് നിങ്ങൾ കാണുന്നത്, കുഴപ്പമില്ല. എന്നാ ഈ നല്ല പ്രോഗ്രാമിനിടക്ക് എന്താവാം? നല്ല പ്രോഗ്രാമിനിടക്ക് വേറെ ചില പ്രോഗ്രാമുകളുടെ പരസ്യങ്ങൾ ഇങ്ങനെ കണ്ടേക്കാം. അപ്പൊ നമുക്ക് തോന്നും എന്താ ഒരു വട്ടാണ് കണ്ടാല് അതിന്റെ കുട്ടൻസ് എങ്ങനെ നവും തിരിയണ്ടേ? അപ്പൊ കണ്ടോ നിങ്ങൾ, വീട്ടിൽ ടിവി വെക്കാതെയാണ് ഞാൻ ഈ വർത്തമാനങ്ങളോട് പറയുന്നത്. ഞാൻ മുത്തഖിയാണ് എന്ന് പറയുവാനല്ല, എന്റെ മക്കൾ നാശമായി പോകുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ വെക്കാതിരുന്നത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, അത് വെക്കാതിരുന്നത് കൊണ്ട് ഒരു വാർത്തയും ഞാൻ അറിയാതെ പോയിട്ടുമില്ല. അറിയാൻ ആവശ്യമുള്ള എല്ലാ വാർത്തയും ഞാനും അറിഞ്ഞിട്ടുണ്ട്. ഞാനും അറിയാതെ പോയിട്ടില്ലല്ലോ. ടിപിയുടെ വിധി വന്നില്ല, എന്തൊക്കെ പ്രശ്നം അതും ഞാനും അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ടി വി വെച്ചിട്ടില്ല ഞാൻ അറിഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയുന്ന ന്യായങ്ങൾ നമ്മൾ തന്നെ ആലോചിക്കണം. ജന്നത്തുൽ ഖുൽദില്ലതി വഇദൽ മുത്തഖൂൻ. എത്ര ഖുർആൻ ഓതുന്ന സമയ ആ ചങ്ങായി കളയണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മഗ്രിബിന് ശേഷം സാധാരണ തബാറക്ക് വാഖിയൊക്കെ ഓതുന്ന സമയം, ആ സമയം മൂപ്പര് കവർന്നെടുക്കണം. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഉമ്മ ഒരു കാര്യം പറഞ്ഞ മോളെ ഞാൻ വരുമ്പോൾ 4 ഒറോട്ടി ചുട്ട കിട്ടും. ഉമ്മ വരുമ്പോൾ ഒറോട്ടി ആയിട്ടില്ല. എന്തേ? ഓള് ടിവിന്റെ മുമ്പിൽ പോയിരുന്നതാണ്. ഗുണമാണോ നാശമാണോ? അം ജന്നത്തുൽ ഖുൽദില്ലതി വഇദൽ മുത്തഖൂൻ. മുത്തഖീങ്ങളായ ആളുകൾക്ക് അല്ലാഹു വാഗ്ദത്തം ചെയ്ത സ്വർഗ്ഗമാണ് ജന്നത്തുൽ ഖുൽദ്. മഹാനായ കണ്ണിത്തുസാദിന്റെ മാതിരിയുള്ള മനുഷ്യന്മാർ, കണ്ണിത്തുസാദിന്റെ മാതിരിയുള്ള മനുഷ്യന്മാർ, എന്തൊരു ജാതി തഖ്വ,
എന്തൊരു ജാതി തഖ്വയാണ്! നിങ്ങൾ ആലോചിച്ചു നോക്ക്. തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് വായക്കാട്ട് ദാറുൽ ഉലൂമിൽ ദർസ് നടത്തുന്ന കാലം തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കഞ്ഞി കൊണ്ടുപോയി കൊടുക്കാറുണ്ടായിരുന്നു. വീട്ടിലെ നാഥൻ മരിച്ചപ്പോൾ കഞ്ഞി വേണ്ടെന്നാ മഹാൻ പറഞ്ഞു. കമ്മിറ്റിക്കാർ ഈ വിവരം ആ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർക്ക് വല്ലാത്ത വിഷമം. അവർ പറഞ്ഞു, ഉസ്താദിന് കഞ്ഞി കൊടുത്തുകൊണ്ട് ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഞങ്ങൾ കൂടുതലായി ഒന്നും ഉണ്ടാക്കുന്നില്ല, ഞങ്ങൾക്കുണ്ടാക്കുന്ന കഞ്ഞിയിലൊരു ഭാഗമേ കൊടുത്തയക്കുന്നുള്ളൂ. ഉസ്താദ് കഞ്ഞി വേണ്ടെന്ന് പറഞ്ഞത് ഞങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഉസ്താദിനോട് ഈ വിവരം പറഞ്ഞപ്പോഴാ പറഞ്ഞത്, ആ വീട്ടുകാരുടെ കഞ്ഞിക്ക് വിരോധമുള്ളത് കൊണ്ടല്ല. ഇന്നലെ വരെ ഞാൻ കുടിച്ചത് ആ വീട്ടുനാഥന്റെ കഞ്ഞിയാണ്. ഇന്ന് ഞാൻ ആ കഞ്ഞി കുടിച്ചാൽ ഇന്നലെ മരിച്ചുപോയ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഇന്ന് മുതൽ വരുന്ന കഞ്ഞി അയാളുടെ അനന്തരക്കാരുടെ കഞ്ഞിയാണ്, അയാളുടെ ഭാര്യയുടെയും മക്കളുടെയും കഞ്ഞിയാണ്. എന്നിട്ട് പറഞ്ഞതെന്താ? അവരുടെ കഞ്ഞിയും കുടിക്കുന്നത് കൊണ്ട് വിരോധമുള്ളത് കൊണ്ടല്ല. അയാളുടെ അനന്തരക്കാരുടെ കൂട്ടത്തിൽ ഒരു മകനുണ്ട്, ആ മകന് പ്രായപൂർത്തിയായിട്ടില്ല. ആ വീട്ടിൽ നിന്ന് കഞ്ഞി കൊണ്ടുവന്നാൽ അതിൽ യതീമിന്റെ അംശമുണ്ടാകും. ഈ യതീമിന്റെ അംശം കണ്ണിയത്ത് അഹമ്മദ് തന്റെ വയറിലാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ മഹാനായ റഈസുൽ മുഹഖഖീൻ. അതാണ് തഖ്വ, അതാണ് സൂക്ഷ്മത. ജന്നത്തുൽ ഖുൽദില്ലതി വഅദൽ മുത്തഖൂൻ കാനത് ലഹും ജസാഅൻ വമസീറാ ലഹും ഫീഹാ മാ യശാഊന ഖാലിദീന ലഹും ഫീഹാ മാ യശാഊന ഖാലിദീൻ കാന അലാ റബ്ബിക വഅദൻ മസ്ഊലാ. അഞ്ചാമത്തെ സ്വർഗമേതാ? ജന്നത്തുൻ നഈം എന്ന് പറയുന്ന സ്വർഗമാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ സ്വർഗം അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് മിൻ ഫില്ലത്തിൻ ബൈളാ, വെളുത്ത വെള്ളിയാലാണ്. വെളുത്ത വെള്ളിയാലാണ് ആ സ്വർഗം അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. വഅത്ലു അലൈഹിം നബ ഇബ്രാഹിം ഇദ് ഖാല ലിഅബീഹി വഖൗമിഹി മാ തഅബുദൂൻ ഖാലൂ നഅബുദു അസ്നാമൻ ഫനളല്ലു ലഹാ ആകിഫീൻ ഖാല ഹൽ യസ്മഊനകും ഇദ് തദ്ഊൻ ഔ യൻഫഊനകും ഔ യദുറൂൻ ഖാലൂ ബൽ വജദ്നാ ആബാഅനാ കദാലിക യഫ്അലൂൻ. അങ്ങനെ ഇങ്ങ് പോയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നത്തുൻ നഈം, അല്ലാഹു ജന്നത്തുൻ നഈമിനെ വിശദീകരിക്കുകയാണ്. ആ ജന്നത്തുൻ നഈം അല്ലാഹു വെളുത്ത വെള്ളിയാലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ സ്വർഗ്ഗലോകങ്ങളിലുള്ള അനുഗ്രഹങ്ങൾ എന്തെല്ലാം നമ്മൾ പിന്നീട് പറയുന്നുണ്ട്. ആറാമത്തെ സ്വർഗമേതാണ്? ആറാമത്തെ സ്വർഗം ജന്നത്തുൽ ഫിർദൗസ്. ജന്നത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമാണ്. ആ സ്വർഗം അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്, റബ്ബ് സൃഷ്ടിച്ചിരിക്കുന്നത് മിൻ ദഹബിൻ അഹ്മർ, ചുവന്ന സ്വർണ്ണത്താലാണ്. മിൻ ദഹബിൻ അഹ്മർ, ചുവന്ന സ്വർണം. നമ്മളെ സ്വർണ്ണമൊക്കെ ഏത് സ്വർണ്ണ? ഇതേതാ? മഞ്ഞലോഹം എന്നാ അതിന് പറയാം. മഞ്ഞയാൻ. എന്നാൽ മിൻ ദഹബിൻ അഹ്മർ, ചുവന്ന സ്വർണ്ണത്താലാണ് അല്ലാഹു ജന്നത്തുൽ ഫിർദൗസ് സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. ജന്നത്തുൻ നഈം ഞാൻ പറഞ്ഞില്ലേ, ജന്നത്തുൻ നഈം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജന്നത്തുൻ നഈം ചോദിച്ചു റബ്ബിനോട്. ഖലീലുല്ലാഹി ഇബ്രാഹിം, കട പറയൂ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിനോട് ചോദിച്ചത് ജന്നത്തുൻ നഈം എന്ന സ്വർഗമാണ്. അത് ആ ആയത്താണ് നമ്മൾ നേരത്തെ ഓതിയത്. فإذا قال أفرأيتم ما كنتم تعبدون أنتم وآباؤكم الأقدمون فإنهم عدو لي إلا رب العالمين الذي خلقني فهو يهدين والذي هو يطعمني ويسقين وإذا مرضت فهو يشفين والذي يميتني ثم يحيين والذي أطمع أن يغفر لي خطيئتي يوم الدين رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. خليل الله إبراهيم كبريو خليل الله إبراهيم. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിലെ ഒരുപാട് രഹസ്യങ്ങൾ അല്ലാഹു മനസ്സിലാക്കി കൊടുത്ത ആളാണ്. ആ ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിനോട് ചോദിച്ചത് ജന്നത്തുൻ നഈം എന്ന സ്വർഗ്ഗമാണ്. പടച്ചോനെ, ആ സ്വർഗ്ഗം എനിക്ക് നീ തരണേ റബ്ബേ. ഒരുപാട് കാര്യം ചോദിച്ചു. അതിൽ പറഞ്ഞ ഒന്നെന്താ? വല്ലദീ യത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമിദ്ദീൻ റബ്ബി ഹബ് ലീ ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. പടച്ചോനെ, എനിക്ക് നീ ആജ്ഞാപവർ നൽകണേ റബ്ബേ.
റബ്ബി ഹബ്നി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളോട് എന്നെ നീ ചേർക്കുകയും ചെയ്യണേ അല്ലാഹ്. വജഅൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, അവസാന കാലം വരെ എനിക്ക് നീ സൽപ്പേര് നിലനിർത്തി തരണേ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ആ ദുആയല്ലേ നിങ്ങൾ നോക്കിയാൽ ഹജ്ജിലും ഉംറയിലും പോയും അവസാന കാലം വരെ ആളുകൾ ഓർക്കുന്നത് ആരെയാണ്? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ. ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിനോട് പിന്നെ പറയുകയാണ്, വജഅൽനി മിൻ വറസതി ജന്നത്തിൻ നഈം, അല്ലാഹുവേ ജന്നത്തുൻ നഈമിന്റെ അനന്തരക്കാരനായി എന്നെ നീ മാറ്റിത്തരണേ അല്ലാഹ്. ഏഴാമത്തെ സ്വർഗമേതാ? ആ സ്വർഗത്തിന്റെ പേരാ നമ്മൾ പറഞ്ഞല്ലോ, ജന്നത്തുൽ ഫിർദൗസ്. ചുവന്ന സ്വർണ്ണത്താലാണ് അല്ലാഹു ആ സ്വർഗം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞേ ഈ പൊന്നു കൊടുത്തവർക്ക് പൊന്നൊക്കെ തരുന്ന ഉമ്മമാർക്ക് അല്ലാഹു സ്വർഗത്തിൽ പൊന്നു കൊടുക്കട്ടെ പറഞ്ഞാൽ സ്വർഗം തന്നെ പൊന്നുകൊണ്ടാ ചില സ്വർഗം. ആ സ്വർഗത്തിലെ ആഭരണങ്ങളോ നമ്മൾ പറയുന്നുണ്ട്. അല്ലാഹുവേ അതണിയാൻ പടച്ച റബ്ബേ ഈ വേദിയെ സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ തൗഫീഖ് നൽകണേ റബ്ബേ. കേട്ടോളൂ, ജന്നത്തുൽ ഫിർദൗസ് അല്ലാഹു നൽകുന്നതാർക്ക? ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ഇന്നാ ലാ നുളിഉ അജ്റ മൻ അഹ്സന അമാല ഉലൈക ലഹും ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന യുഹല്ലൂന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വയൽബസൂന സിയാബൻ ഖുദറൻ മിൻ സുന്ദുസിൻ വയസ്തബറഖിൻ മുത്തഖീന ഫീഹാ അലൽ അറാ എട്ടാമത്തെ സ്വർഗമാണത് ജന്നത്തു അദൻ എന്ന് പറയുന്ന സ്വർഗം. ആ സ്വർഗം അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് വെള്ളമുത്തിനാലാണ് അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സ്വർഗം അല്ലാഹു നൽകുന്നതാർക്കാ? അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾക്കാണ് അല്ലാഹു ഉലൈക ലഹും ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ, അവരുടെ താഴ്ഭാഗത്തുകൂടെ പുഴ ഒഴുകി പോകുന്ന അദ്ൻ, ജന്നത്തു അദ്ൻ എന്ന് പറയുന്ന സ്വർഗ്ഗമാണ് അല്ലാഹു അവർക്ക് ഒരുക്കി വെക്കുന്നത്. യുഹല്ലൂന ഫീഹാ മിൻ അസാവിർ, അവിടെ അവർക്ക് വളകൾ ധരിപ്പിക്കപ്പെടുന്നതാണ്. കേൾക്കണേ ഉമ്മമാർ, സ്വർഗത്തിൽ വളയുണ്ടോ? വളയുണ്ട്. സ്വർഗത്തിൽ വളയുണ്ടോ? വളയുണ്ട്. പണ്ടൊരു ഉമ്മ ദ്വാരുന്ന എന്താ അറിയോ? പഠിച്ചോനെ, ഭൂമിയിൽ ഞാനും എൻ്റെ പിരിയാപ്പളി ഒരു തട്ടാനും മാത്രം ഉണ്ടായിരുന്നെങ്കിൽ റബ്ബേ, ഇപ്പോഴും ദ്വാരക്കും. അല്ലാഹുവേ, എല്ലാ മനുഷ്യന്മാരോട് മരിച്ചുപോയി, ഞാനും എൻ്റെ പുതിയാപ്പളി ഒരു തട്ടാനും. അപ്പോൾ ആരോ ചോദിച്ചു, തട്ടാൻ എന്തിനാണ്? അത് പറഞ്ഞു, എനിക്ക് പൊന്നുണ്ടാക്കി തരാൻ. ഞാനും എൻ്റെ പുതിയാപ്പളിയും തട്ടാനും. പെണ്ണിന് പൊന്നിനോടത്ര ഇമ്പമല്ലേ? കേൾക്കണ്ട പെങ്ങളെ, യുഹല്ലൂന ഫീഹാ മിൻ അസാവിർ, സ്വർഗത്തിൽ അവർ വളകൾ ധരിപ്പിക്കപ്പെടുകയാണ്. ആണും പെണ്ണിനൊക്കെ അവിടെ വള ധരിപ്പിക്കപ്പെടും. പക്ഷെ ഇവിടെ പുരുഷൻ സ്വർണത്തിൻ്റെ വള ധരിക്കാൻ പാടില്ല. ചില ആൾക്കാരുണ്ട് സ്വർണത്തിൻ്റെ വള അല്ലെങ്കിലും കമ്പിയോ വേറെന്തോ ഒരു കോലത്തിലുള്ള ലോഹത്തിൻ്റെ വള ഇങ്ങനിടും. ഹിന്ദുക്കളുടെ രീതിയും സംസ്കാരവുമാണത്. മുസൽമാനത് നന്നല്ല, മുസ്ലിങ്ങൾക്കത് നന്നല്ല. അല്ലാഹുവേ, സംസ്കാര സമ്പന്നരാക്കി ഞങ്ങളെ നീ നിലനിർത്തണേ റബ്ബേ. എട്ടാമത്തെ സ്വർഗമേ. അപ്പോൾ അവിടെ ജന്നത്തുൽ അദ്നിൽ വിളകൾ ധരിപ്പിക്കപ്പെടുന്നതാണ്. പിന്നെയോ വയൽബസൂന സിയാബൻ ഖുദറൻ മിൻ സുന്ദുസിൻ, പട്ടിന്റെ പച്ച വസ്ത്രങ്ങൾ അവർ കണിയിപ്പിക്കപ്പെടുന്നതാണ്. പച്ച വസ്ത്രം ഭംഗി ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? തിരിയാൻ ബേക്കോട്ട് നോക്കിയാൽ തിരിയാ. ആ കുട്ടികളെ ഷട്ടർ നോക്കിയാൽ നിങ്ങൾ, അതിനൊരു പ്രത്യേക ചന്തമില്ലേ? ഉണ്ട്, ചന്തമില്ലേ? ചന്തമുണ്ട്. പട്ടിന്റെ പച്ച വസ്ത്രങ്ങൾ അവർക്ക് ധരിപ്പിക്കപ്പെടുന്നതാണ്. മുത്തഖീന ഫീഹാ അലൽ അറായിക്. നമ്മൾ പറയുന്നുണ്ട് സ്വർഗത്തിൽ കിടന്നാൽ കാണുന്ന രംഗം എങ്ങനെയാണ്? കട്ടിലിൽ ഇങ്ങനെ ചാരി ഇരുന്ന് പച്ച പുതപ്പും ഡ്രസ്സും ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ഒരു ചാരി കിടത്തമുണ്ട്. കണ്ണൂർ ജില്ലയിൽ പറഞ്ഞ അറയിൽ കിടക്കണമൊക്കെ ഓർമ്മയായി പോവും. അറയിൽ കടന്ന് ശീലമില്ലെങ്കിലും പണ്ടൊരാളിനോട് പറഞ്ഞു, സാറേ ചെറുപ്പത്തിലേ ഞാൻ പണ്ടൊരാളുടെ കൂടെ പുതിയാപ്പിള പോയ അന്നേ ദ്വാരക്കാൻ തുടങ്ങിയതാ, റബ്ബേ അറയിൽ കിടക്കാതെ നീ എന്നെ മരിപ്പിക്കല്ല പഠിച്ചോനെ. ഞാൻ ചോദിച്ചു എന്തേ? എന്നോട് കൊച്ചു പ്രായത്തിൽ ഞാൻ ചോദിച്ചു എന്തേ? എന്നോട് പറഞ്ഞു, അയാൾക്ക് കുടുംബക്കാർ കൊടുത്ത അറയിലേക്ക് അങ്ങ് കയറിയപ്പോൾ അറ മോഹിച്ചു പോയി. എന്നാൽ കേൾക്ക നിങ്ങൾ, സ്വർഗമാണിത്. നമ്മൾ ഈ പറയുന്ന ജന്നത്തു അദ്ൻ
എട്ടാമത്തെ സ്വർഗമേതാൻ? ദാറുൽ ഖറാർ. ദാറുൽ ഖറാർ എന്ന് പറയുന്ന സ്വർഗമാണ്. യാ ഖൗമി ഇന്നമാ ഹാദിഹി ദുനിയാ മതാ വ ഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ. ഖാല അല്ലാഹു അസ്സ വജൽ. യാ ഖൗമിയോ മനുഷ്യരെ, ഇന്നമാ ഹാദിഹി ദുനിയാ മതാഉൻ, ഐഹിക ജീവിതം അല്പകാലത്തേക്കുള്ള ഒരു വെറും ആസ്വാദനം മാത്രമാണെന്നാൽ വ ഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ, അത് ആഖിറമാണ്, ദാറുൽ ഖറാർ, ശാശ്വതമായ വീടതാണ്. ദാറുൽ ഖറാർ എന്നാണ് എട്ടാമത്തെ സ്വർഗത്തിന്റെ പേര്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആളുകൾ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നു പോവുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞൊരു വല്ലാത്തൊരു രംഗമുണ്ട്. ഞാൻ സ്വർഗത്തിന്റെ താക്കോല് കൊണ്ട് സ്വർഗ്ഗം തുറന്നിട്ട് സ്വർഗത്തിൽ കടക്കാൻ പോവാണ്. അപ്പൊ എന്നെ ഒരു പെണ്ണ് വന്നിങ്ങനെ തിക്കിയിട്ട് ആ പെണ്ണ് എന്റെ മുമ്പേ സ്വർഗത്തിലേക്ക് കടക്കാൻ ശ്രദ്ധിക്കുകയാണ്. സ്വഹാബാ, ഞാൻ ശ്രദ്ധിച്ചു നോക്കി, ആരാണത്? ശ്രദ്ധിച്ചു നോക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സ്വഹാബാ, ചെറുപ്പക്കാരിയ, നല്ല ആരോഗ്യ ദൃഢഗാത്രയാ ചെറുപ്പക്കാരിയാൻ. ഭർത്താവിൽ നിന്ന് തനിക്ക് 2 മക്കളുണ്ടായി, അല്ലെങ്കിൽ 3 മക്കളുണ്ടായി. അക്കാലത്ത് ഭർത്താവ് അങ്ങ് മരിച്ചുപോയി. മരിച്ചപ്പോൾ ഭർത്താവിന്റെ മരണത്തിൽ അള്ളാഹുവിന്റെ ഖളാഇൽ ആ പെണ്ണ് തൃപ്തിപ്പെട്ടതാണ്. എന്റെ ഭർത്താവിനെ കൊണ്ടുപോയത് എന്റെ റബ്ബാൻ, എനിക്കതിൽ പരാതിയില്ല, അതിലങ്ങ് തൃപ്തിപ്പെട്ടു എന്ന് മാത്രമല്ല, ഇതുവരെ അടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞു, ഇതൊക്കെ ശേഷവും അടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞു. പക്ഷേ സ്വയം ജോലി ചെയ്ത് അങ്ങനെ തന്റെ മക്കളെ വളർത്തിയ പെണ്ണ, ആ പെണ്ണിന്റെ കവിൾ പോലും ഒട്ടിപ്പോയിട്ടുണ്ട്. ജീവിതത്തിൽ പിന്നെ ആ പെണ്ണൊരു സുഖവും അനുഭവിച്ചിട്ടില്ല. ആ പെണ്ണ് ഹറാമിനെ കുറിച്ച് ചിന്തിച്ചില്ല, വേറൊരു പുനർവിവാഹം നടത്തിയില്ല. തന്റെ 2 മക്കളെയും 3 മക്കളെയും വളർത്തിയ പെണ്ണങ്ങനെ കഴിഞ്ഞുകൂടിയതാണ്. അവരെ പഠിപ്പിച്ചു, നല്ല മര്യാദ പഠിപ്പിച്ചു, നല്ല മക്കളാക്കി വളർത്തി. സ്വഹാബാ, ഞാൻ സ്വർഗത്തിലേക്ക് അങ്ങ് കടക്കുമ്പോൾ എന്നെ തിക്കിത്തിരക്കി സ്വർഗത്തിലേക്ക് കടക്കാനാ പെണ്ണ് ശ്രമിക്കുന്നത് ഞാൻ കണ്ടു. സ്വഹാബ എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊണ്ണി നബി പറയുകയാണ്, കേട്ടോളൂ, സ്വർഗത്തിൽ കിടക്കണ രംഗം പറയാം. സ്വർഗം നമ്മൾ പറയാണ്, ഏടെ എത്തണ ചാട നിർത്തോട്ടോ. സ്വർഗത്തേക്ക് കടന്നാൽ സ്വർഗത്തിലെ അനുഭവങ്ങൾ എന്തൊക്കെ എന്ന് നമ്മൾ പറയുന്നു. അല്ലാഹു ബോധം നൽകട്ടെ, അല്ലാഹു ബോധം നൽകുമാറാകട്ടെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സ്വഹാബ, അല്ലാഹുവിന്റെ കയ്യിൽ സ്വർഗത്തിന്റെ താക്കോൽ തന്ന് സ്വർഗം ഞാൻ അങ്ങ് തുറക്കുമ്പോൾ വമഈ ഫുഖറാഉൽ മുഅ്മിനീൻ, എന്റെ കൂടെ സ്വർഗം ഉദ്ഘാടനം ചെയ്യാനുണ്ടാകുന്നത് ഫുഖറാഉൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഫഖീർമാരാൻ. മുഅ്മിനീങ്ങളിലെ ഫഖീറുകളായ ആളുകളാ എന്റെ കൂടെ ഉണ്ടാകുന്നതെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. കാരണം എന്തുകൊണ്ടാണ് നിങ്ങള് ആദ്യം ഒരു വിചാരണ ഇല്ലാതെ പോണോലോല മുതലാളിമാർ നല്ലോലൊക്കെ ഉണ്ട്, ഓലൊക്കെ മഹ്ശറിൽ നിൽക്കുക, വിചാരണ കഴിഞ്ഞിട്ടില്ല. ഫക്കീർമാരായ ആളുകൾ ഓല് വന്നിട്ട് പറയാ, പഠിച്ചോനെ എനിക്ക് ഒന്നും തന്നിട്ടില്ല, ആകെ 2 സെന്റ് ഭൂമി, അതിൽ ചെറിയ വീടുമല്ലേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് കുട്ടികളെ കെട്ടിച്ചത് പോലും നാട്ടുകാർ സഹായിച്ചതാണ്, എനിക്കെന്ത് ഹിസാബ് പറയാൻ റബ്ബേ നിന്നോട്, നീ എനിക്കൊന്നും തന്നിട്ടില്ലല്ലോ. അല്ലാഹുവിനോട് ഫക്കീർ വന്ന് പറയുകയാണ്. അപ്പോഴേക്ക് വിചാരണയില്ലാതെ അവർ സ്വർഗത്തിലേക്ക് പോകുന്നു. പൊന്നി നബി പറയാണ്, ഞാൻ സ്വർഗം ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്റെ കൂടെ ഫുഖറാഉൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഫഖീർമാരാണുണ്ടാവുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. കണ്ടു ചൊല്ലൂ സ്വലാത്ത് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയതാ സ്വർഗം തുറന്ന ആളുകൾ സ്വർഗത്തിലേക്ക് അങ്ങ് കടക്കുകയാണ്. സ്വർഗത്തിലേക്ക് അങ്ങ് കടക്കുമ്പോൾ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ച ആളുകൾ സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി നയിക്കപ്പെടുകയാണ്. ഹത്താ ഇദാ ജാഊഹാ, അവർ സ്വർഗത്തിലേക്ക് അങ്ങ് എത്തിക്കഴിഞ്ഞാൽ വഫുതിഹത് അബ്വാബുഹാ, ആ സ്വർഗത്തിന്റെ കവാടം അങ്ങ് തുറക്കപ്പെടുകയും ചെയ്താൽ വഖാല ലഹും ഖസനതുഹാ, സ്വർഗം കാക്കുന്ന മലക്കുകൾ അവരോട് പറയും, സലാമുൻ അലൈക്കും ത്വയ്ബതും ഫദ്ഖുലൂഹാ ഖാലിദീൻ. ഇതാണ് സ്വർഗത്തിന്റെ അഭിവാദനം. അഭിവാദനം അതാണ്, സലാമുൻ അലൈക്കും.
അതന്നല്ലേ ഭൂമിയിലെ മുഅ്മിനിന്റെ അഭിവാദനം. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. മുഅ്മിനിന്റെ അഭിവാദനം അതാണ്. മുഅ്മിനിന്റെ അഭിവാദനം അതാണ്. അസ്സലാമു അലൈക്കും. ചിലര് പറയും അതിപ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാലും നല്ല പ്രഭാതമായിരിക്കട്ടെ എന്നല്ല. എല്ലാവരും മുസ്ലിമേ, എനിക്കും നിങ്ങൾക്കും ഒരു സംസ്കാരമുണ്ട്. സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ. തിബ്തും, നിങ്ങൾ നന്മ ചെയ്തിരിക്കുകയാണ്. എന്തൊരു സന്തോഷമായിരിക്കും അപ്പോൾ ആളുകൾക്ക് എന്നറിയോ, എന്തൊരു സന്തോഷമാകും. ഫദ്ഖുലൂഹാ ഖാലിദീൻ, ശാശ്വതമായി നിലകൊള്ളുന്നവരായി നിങ്ങൾ കടന്നോളൂ എന്ന് പറയപ്പെടുന്നതാണ്. ആ സമയത്തതാ മലക്കൾ അവർ അഭിസംബോധന ചെയ്യാം. സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും. മലക്കൾ തിബ്തും തിബ്തും തിബ്തും, നിങ്ങൾ നല്ല ഉഷാറാക്കിയല്ലോ എന്ന് മലക്കുകൾ ഇങ്ങനെ പറയുമ്പോൾ സ്വർഗത്തിലേക്ക് തുള്ളിച്ചാടി കടന്നു പോകുന്ന ആളുകൾ പറയുകയാണ്. എന്താ അവര് പറയുന്നത്? വിശുദ്ധ ഖുർആൻ വഖാലുൽ ഹംദുലില്ലാഹില്ലദീ സ്വദഖനാ വഅദ വഔറഥനൽ അർള നതബവ്വഉ മിനൽ ജന്നതി ഹൈതു നശാ ഫനിഅമ അജ്റുൽ ആമിലീൻ. പറയുന്നത് എന്താ? വഖാലുൽ ഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്നാ മനുഷ്യന്മാർ പറയാന്ന സ്വർഗത്തിൽ കിടക്കണോ. മുഅ്മിന്റെ അടയാളമാണ്. ഏതൊരു നന്മ കിട്ടിയാലും ഭൂമിയിൽ ഓൻ എന്താ പറയാ? അൽഹംദുലില്ലാഹ്. സ്വർഗത്തിലും മനുഷ്യന്റെ മുഅ്മിനീങ്ങളുടെ സ്വഭാവം അതുതന്നെയാണ്. വഖാലുൽ ഹംദുലില്ലാഹില്ലദീ സ്വദഖനാ വഅദ, ഞങ്ങളോടുള്ള വാഗ്ദത്തം പൂർത്തിയാക്കി തന്ന റബ്ബേ, നിനക്കാ റബ്ബേ സർവസ്തുതിയും. ആദം അലൈഹിസ്സലാമിന് അള്ളാഹു റൂഹ് കൊടുത്തല്ലോ. ആദം നബി അള്ളാഹു സൃഷ്ടിച്ചില്ലേ? ആദ്യം ആദം നബി പറഞ്ഞ വാക്ക് അൽഹംദുലില്ലാഹ്. ആദ്യം ആദം അലൈഹിസ്സലാം പറഞ്ഞ വാക്കെന്താണ്? അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണല്ലോ നിസ്കാരം തുടങ്ങുന്നത് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആദ്യ വാക്കതാണ്. വലിയ ബന്ധമുണ്ട്. ആദം അലൈഹിസ്സലാമിന് അല്ലാഹു റൂഹൂദി. റൂഹൂദിയത് എവിടുന്ന നിങ്ങൾ? ഇവിടുന്ന മൂർധാവെന്ന് അങ്ങോട്ടാ ഊതിയത്. മൂർധാവെന്ന് അങ്ങോട്ട് ഊതി. പിടിച്ചെടുക്കലും അങ്ങനെയല്ലോ. കാൽമെന്ന് ഇങ്ങനെ പിടിച്ചു വന്നിട്ട് തലയുടെ ഭാഗത്ത് കൂടെ പിടിച്ചു വലിക്കുകയാണ് റൂഹിനെ. ഇതിലൊക്കെ വലിയ വലിയ അർത്ഥങ്ങളുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിന് അല്ലാഹു റൂഹൂദി. റൂഹൂദിയിട്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റൂഹ് ഇങ്ങനെ വന്നിട്ട് കണ്ണിന്റെ അവിടെ എത്തി. ഇവിടെ എത്തിയപ്പോൾ ആദം അലൈഹിസ്സലാം കാണാൻ തുടങ്ങി. എന്തൊക്കെ കണ്ടത്? സ്വർഗത്തിലാണല്ലോ. സ്വർഗത്തിന്റെ എല്ലാ അനുഗ്രഹം ഇങ്ങനെ കാണാൻ തുടങ്ങി. റൂഹതായി ഇങ്ങനെ താഴോട്ടെത്തി. അങ്ങനെ എത്തി 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 നെഞ്ചിലൂടെ അങ്ങ് കടന്നുപോയി. അങ്ങനെ വയറിലേക്ക് റൂഹങ്ങെത്തി. വയറിലേക്ക് റൂഹങ്ങെത്തിയപ്പോൾ വിശക്കാൻ തുടങ്ങി. ആർക്ക്? ആദം അലൈഹിസ്സലാമിന് വിശക്കാനും ദാഹിക്കാനും തുടങ്ങുകയായി. റൂഹ് വയറിലേക്ക് എത്തിയപ്പോൾ വയറിലേക്ക് റൂഹ് എത്തിയിട്ടില്ലേ, മനുഷ്യന് വിശപ്പുണ്ടാവൂല. കണ്ണിലേക്ക് റൂഹ് എത്തിയില്ലേ, കാണൂല. അതുകൊണ്ടാ 8 കൊല്ലം കഴിഞ്ഞു പെണ്ണ് പ്രസവിച്ചു. ചാപ്പിള്ളയാണ്. ചാപ്പിള്ള എന്നതാ റൂഹില്ലാത്ത കുട്ടിയായി പോയി. കാണില്ല, കേൾക്കില്ല, ചലനങ്ങളില്ല. കണ്ണിലേക്ക് റൂഹെത്തിയപ്പോൾ കണ്ടോ, കാതിലേക്ക് റൂഹെത്തിയപ്പോൾ കേൾക്കാൻ തുടങ്ങി, വായിലേക്ക് റൂഹെത്തിയപ്പോൾ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ റൂഹങ്ങിറങ്ങിപ്പോയി. വയറിലേക്ക്, വയറിന്റെ ഭാഗത്തേക്ക് റൂഹങ്ങെത്തിയപ്പോൾ ആദം അലൈഹിസ്സലാമിന് വിശക്കാൻ തുടങ്ങി. ആദം നബി കാണുന്നതോ സ്വർഗത്തിലെ പഴം. ഒരൊറ്റ ചാട്ടം ചാടാൻ ശ്രമിച്ചു ആദം നബി. ഇങ്ങോട്ട് ഈ പഴം പറിക്കാനായി ഒരൊറ്റ ചാട്ടം. പക്ഷെ ചാടാൻ കഴിയുന്നില്ല. കാരണം കാലിൽ റൂഹ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, അള്ളാഹു മനുഷ്യനെ മിൻ അജൽ, ധൃതിയിൽ നിന്നാണ് അള്ളാഹു സൃഷ്ടിച്ചത്. അല്ലേ? ധൃതിയിൽ നിന്നാണ് അള്ളാഹു സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിച്ചത് ധൃതിയിൽ നിന്നാണ്. അല്ലേ? എന്തൊരു ധൃതിയാ മനുഷ്യന്. ശ്രദ്ധിച്ചു ഞങ്ങള്? ചില ആൾക്കാർ വണ്ടി കൊണ്ട് പോകണുണ്ടാക്കരുതും. അവൻ്റെ വാപ്പറ്റ മരിച്ച് മയ്യത്തെടുക്കാൻ പോകണം. എന്നാ അവൻ പോയാലോ? എന്ത് ജാതി പോക്കാ. തോര് പോക്ക്. പഠിച്ചോനെ അർജന്റ്. ഓനെ പോയി നോക്കിയാൽ കാണാം. അരമണിക്കൂർ ഞാടെ പോയി നോക്കിയാൽ കാണാം. അവൻ വെറുതെ അങ്ങനെ നിന്നിട്ട് ഒരു പോസ്റ്റർമൽക്ക് നോക്കി ഇങ്ങനെ നിൽക്കണം. അപ്പം പിന്നെ എന്തിനാ ഈ തിരക്കിൽ പോകുന്നത്? മനുഷ്യനെ അല്ലാഹു ധൃതിയിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് ഹബീബായ റസൂലുള്ളാഹി
വിശുദ്ധ ഖുർആൻ തന്നെ അത് പറയുന്നുണ്ട്. ഖുർആനിൽ തന്നെ അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ട്. അജൽ, ധൃതിയാണ് മനുഷ്യനെ, പെട്ടെന്ന് ധൃതിയാണ് അല്ലേ? നിസ്കാരം കഴിഞ്ഞ് ജുമ കഴിഞ്ഞാണ്ടിൽ ഞങ്ങൾ സടപടപെട്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതാണ്. ഇറങ്ങിപ്പോഞ്ഞ് നമ്മൾ കരുതാ പിന്നെ എന്തോ ബസ് പോകാണ്ട്, പിന്നെ അടുത്ത ബസ് വൈകുന്നേരത്തെ കിട്ടുള്ളൂ എന്നാ തോന്നാ. പോയി ആടെ പോയൊക്കെ കാണാം, ആടെ അങ്ങനെ വെറുതെ. മനുഷ്യനെ അള്ളാഹു ധൃതിയിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ അങ്ങോട്ട് കടക്കുകയല്ല. ആദം അലൈഹിസ്സലാം സ്വർഗത്തിന്റെ ഈ പഴങ്ങൾ കണ്ടപ്പോൾ ചാടാൻ ശ്രമിച്ചു. ആദം നബിക്ക് ചാടാൻ കഴിഞ്ഞില്ല, കാലിൽ അള്ളാഹു റൂഹ് കൊടുത്തിട്ടില്ലായിരുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആദം അലൈഹിസ്സലാമിനെ ദാഹജലം കുടിപ്പിക്കുകയാണ്. കുടിപ്പിച്ചപ്പോൾ ആദം അലൈഹിസ്സലാം പറഞ്ഞു അൽഹംദുലില്ലാഹ്. മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവമാണ് ഏത് നന്മ കിട്ടിയാലും അൽഹംദുലില്ലാഹ് എന്ന് പറയാ. ഇതാ സ്വർഗത്തിലേക്ക് കടക്കുന്ന ആളുകളാണ്. അവർ പറയുന്നത് അൽഹംദുലില്ലാഹില്ലദി സ്വദഖനാ വഅദ. ഞങ്ങളോട് വാഗ്ദത്തം ചെയ്ത റബ്ബ് ആ വാഗ്ദത്തം പൂർത്തീകരിക്കുകയാണ്. അവന് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അതാ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. സ്വർഗത്തിൽ അവർ കാണുന്നത് എന്തൊക്കെയാണ്? അപ്പോൾ കാണുന്ന എന്തൊക്കെയെന്ന് കണ്ടാൽ സ്വർഗത്തിൽ എന്തൊക്കെ അനുഗ്രഹം ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും. ഞാൻ ചുരുക്കി ഒന്ന് പറയാം, സമയം അതിക്രമിക്കുന്നു, കഴിയാൻ പോകുന്നു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹു പറയുകയാണത്രേ, അഅത്തുൽ ഇബാദി അസ്സാലിഹീൻ, സ്വാലിഹീങ്ങളായ എൻ്റെ അടിമകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ. ഇപ്പം എന്താ സ്വർഗത്തിൽ എന്തൊക്കെ ഉള്ളതെന്ന് പറയാൻ കഴിയില്ല, പൂർണ്ണമായി പറയാൻ കഴിയില്ല. ചിലതൊക്കെ നമ്മൾ പറയുകയാണ്. വലാ ഉദുനുൻ സമീഅത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തത്. വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യ ഹൃദയത്തിലും ഉദിക്കാത്ത അത്രയും വലിയ അനുഗ്രഹങ്ങളാണ് സ്വർഗമെന്ന വീട്ടിലെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഇഖ്റഊ മാ ഇൻ ശിഅ്തും ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യുൻ, ഒരാൾക്ക് കൺകുളിർമയേകുന്ന എന്തെല്ലാം സൗഭാഗ്യങ്ങളാ സ്വർഗത്തിൽ അല്ലാഹു ഒരുക്കി വെച്ചത് എന്ന് ഒരാൾക്കും പറയാനും കഴിയില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആളുകൾ അങ്ങനെ സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നു കഴിഞ്ഞാൽ അവർ കാണുന്ന രംഗമേതാ? സ്വർഗം നിർമ്മിച്ചിരിക്കുന്നത് ലബിനത്തുൻ മിൻ ദഹബിൻ വലബിനത്തുൻ മിൻ ഫില്ലാ. സ്വർഗത്തിലെ കെട്ടിടങ്ങളൊക്കെ ലബിനത്തുൻ മിൻ ദഹബിൻ, സ്വർണത്തിന്റെ കട്ടകളാണ്, സ്വർണത്തിന്റെ കല്ലുകളാണ്. ഇവിടുത്തെ ബിൽഡിങ്ങോ കല്ലിന്റെ കല്ലുകളാണ്, മണ്ണ് ഉറച്ച കല്ലുകളാണല്ലോ ഇവിടത്തെ ബിൽഡിങ്ങുകൾ നിർമ്മിച്ചിരിക്കുന്നത്. സ്വർഗത്തിലെ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് മിൻ 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 ലബിനത്തിൻ മിൻ ലബിനത്തിൻ മിൻ ദഹബിൻ, സ്വർണത്തിന്റെ കല്ലുകളാണ്. വലബിനത്തിൻ മിൻ ഫില്ലാ, വെള്ളിയുടെ കല്ലുകളാണ്. തീനുഹാ അൽ മിസ്കോ, അല്ലോ ശ്രദ്ധിക്കണം, തീനുഹാ അൽ മിസ്കോ, സ്വർഗത്തിന്റെ അടിഭാഗം സുഗന്ധമാണ്. അൽ മിസ്കോ, അൽ മിസ്കോ മിസ്കാണ്, കസ്തൂരിയാണ്. തുറാബുഹ അൽ അംബറോ, അതേപോലെ അതിൻ്റെ മണ്ണ് അൽ അംബറോ, അംബറാണ്. ഹഷീഷുഹ അസ്സഅഫറാൻ, സ്വർഗത്തിലെ ചെടികളും സ്വർഗത്തിലെ ചെറിയ ചെറിയ പുല്ലുകൾ അത് അസ്സഅഫറാൻ, കുങ്കുമമാണ്. ഖുസൂറുഹ അൽ-ലുഅ്ലുഉ, അതിലെ കൊട്ടാരങ്ങൾ മുത്തുകൊണ്ട് നിർമ്മിതമാണ്. ഖുറഫഹ യവാഖീതു, അതിലെ റൂമുകളാണെങ്കിലോ മാണിക്യത്താലാണ്. അബ്വാബുഹ അൽ ജൗഹറു, അതിലെ വാതിലുകൾ ജൗഹറിനാൽ നിർമ്മിതമാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇമാം തുർമുദിയും ഇബ്നു ഹിബ്ബാനും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി ഖാല, മഹാനവറുകൾ പറയുകയാണ്, ഖുൽനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിനോട് ഞങ്ങൾ ചോദിച്ചു, നബിയേ ഹദ്ദിസനാ അനിൽ ജന്ന, അങ്ങ് കണ്ട സ്വർഗ്ഗമൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? ആരാ സ്വർഗം കണ്ടുവന്ന റസൂലുള്ളാഹിയോട് സഹാബികൾ ചോദിക്കാം, ഹബീബായ നബിയേ ഹദ്ദിസ്നാ അനിൽ ജന്ന, സ്വർഗമൊന്ന് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരാമോ? മാ ബിനാഉഹാ,
അതിലെ കെട്ടിടങ്ങൾ എങ്ങനെയാണ് നബിയെ നിർമ്മിച്ചിരിക്കുന്നത്? അതിന്റെ നിർമ്മാണം എങ്ങനെയാണ്? സ്വർഗത്തിന്റെ നിർമ്മാണം എങ്ങനെയാണ്? ഖാല, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലബിനതു ദഹബിൻ വലബിനതു ഫില്ലാ. ലബിനതു ദഹബിൻ വലബിനതു ഫില്ലാ, സ്വർണത്തിന്റെയും വെള്ളിയുടെയും കട്ടകളാണ്. വമിലാതുഹാ അൽ മിസ്കോ, അതിന്റെ സുഗന്ധങ്ങളോ മിസ്കാൻ. വഹസബാഉഹാ അൽ ലുഅ്ലുഉ, അതിലെ കല്ലുകൾ മുത്തുകളാണ്. വൽയാഖൂതു, അതേപോലെ മാണിക്യമാണ്. വതുറാബുഹാ അസ്സഅഫറാൻ, അതിലെ മണ്ണ് അത് സഅഫറാനാണ്, കുങ്കുമമാണ്. അതിലാര് കിടക്കുന്നവോ അയാൾക്ക് പിന്നെ സുഖം മാത്രമേ ഉണ്ടാകൂ. വലായസ്, ഒരിക്കലും അയാൾ നിരാശനാവുകയില്ല. വയുഖല്ലദു, പിന്നെ അയാൾ അതിൽ ശാശ്വതമായി ജീവിക്കും. വലായമൂതു, മരണമില്ല. ലാ തുബ്ലി സിയാബുഹു, അതിൽ ആളുകൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം നശിച്ചു പോവുകയോ കീറുകയോ ചെയ്യുന്ന പ്രശ്നമില്ല. വലായൗഫി ശബാബുഹു, അതിൽ കിടക്കുന്ന ആളുകൾ എന്നും നിത്യ യൗവനമാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൽ മാർക്കറ്റ് ഉണ്ട്, അങ്ങാടി ഉണ്ട്. അങ്ങോട്ട് എത്തുമെന്ന് നോക്കുക, പോയി നോക്കാം. നമ്മൾ ഒരു ദ്രുതഗതിയിൽ ഒരു ഓട്ടപ്പാച്ചിൽ നടത്തുകയാണ്. നമ്മുടെ സമയം കഴിയുന്നു, നമ്മുടെ സമയം കഴിയുകയാണ്. വലാ യഫ്നി ശബാബുഹു, എപ്പോഴും അതിൽ യൗവനായിരിക്കുന്ന, നിത്യ യൗവനമായിരിക്കുന്ന. പുണ്യനബിക്ക് ഒരിക്കൽ ഒരു പ്രായമുള്ള പെണ്ണുങ്ങളെ കണ്ടു. റസൂൽ ഇടക്കിടക്ക് തമാശ പറയും. പക്ഷെ നമ്മൾ പറഞ്ഞ ഒരു ബഡായി തമാശ അല്ല, സത്യസന്ധമായ തമാശയായിരിക്കും. അതിൽ പോലും സത്യസന്ധത പാലിച്ച നബിയാണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ പുതിയാപ്പിളയാണല്ലോ ആര്? അലി റളിയല്ലാഹു അൻഹു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണ് അലി റളിയല്ലാഹു അൻഹു, പുതിയാപ്പിള. എന്നാൽ എളാപ്പാന്റെ മകനുമാണ്. എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാം. റസൂലുള്ള കഴിക്കുന്ന ഈത്തപ്പഴത്തിന്റെ ഗുരുവൊക്കെ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പ് മെല്ലിടുണ്ട്. കുറെ കഴിഞ്ഞിട്ട് പറഞ്ഞു, അല്ലാഹുവേ, അലീന്റെ മുമ്പിൽ എത്ര പോലെ ഈത്തപ്പഴത്തിന്റെ ഗുരുവാണ്, അലി അടിച്ചു മാറുന്നുണ്ടല്ലോ. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചില ആൾക്കാർ കുരു അടക്കാതെ തിന്നണമെന്ന് തോന്നണേ. റസൂലുള്ളാഹിന്റെ മുമ്പിൽ എന്തില്ല? കുരുവില്ല. ചില ആളുകൾ കുരു അടക്കാണോ തിന്നണ എന്ന് തോന്നിപ്പോകുന്നു എന്ന് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. ഞങ്ങൾ തമാശയാണ്, ഒക്കെ ഒരു നർമ്മമാണ്. നർമ്മത്തിനൊന്നും വിശുദ്ധ ഇസ്ലാം എതിരല്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഒരു